വരൂ വരൂ. ഇരിക്കട്ടെ. അവന് ഇരിക്കും. എന്നാ പറ്റാ ഈ വീട് സ്ഥലം എത്ര ഏക്കർ വരും? അത് പിന്നെ ഏക്കർ കണക്കിനൊന്നും ഇല്ല. കൂടി പോയ ഒരു 20 സെന്റ് വരും സാറേ. എടാ സിറ്റി വീടുണ്ടെന്നല്ലേ നീ പറഞ്ഞേ? അമ്മച്ചി അത് ഉണ്ട്. അത് ഞങ്ങൾ പൂട്ടിയിട്ടേക്കുവാ. എന്നാ വെച്ച് കഴിഞ്ഞാല് ഈ പൊല്യൂഷൻ പ്രശ്നമുണ്ട്. എനിക്ക് പഴയ വലും ഇപ്പോഴും ഉണ്ട്. അത് ശരി. ഞങ്ങൾ വീട്ടിൽ അവിടെ താമസിക്കുന്നു 10 ഏക്കറില്ല. 10 ഏക്കർ. എത്ര ഏക്കർ? 10. നോക്കാൻ ആളുകൾ നശിച്ചു തുടങ്ങി. നീ അടുത്ത ആഴ്ച പാലാടേക്ക് പോവാ. എന്നാ നമ്മുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന 5 ഏക്കറില്ലേ, എന്നിട്ട് ആ കാശുമായിട്ട് ഇവിടെ ഇവിടെ വന്ന് മറ്റേ ആ ഒരു മെഷീൻ ഉണ്ടല്ലോ മാത്രം എന്തുകൊണ്ടാണോ ഇടിച്ചു പൊളിച്ച് ബാങ്കി പറിച്ചാണ് കള. എന്നിട്ട് മിനിമം ഒരു 3 നിലയെങ്കിലും പണി. അങ്ങനെ നിങ്ങൾ സുഖമായിട്ട് താമസിക്കും. വീട് പൊളിക്കുമ്പോ അമ്മച്ചിയും കൂടെ കൊണ്ടുവരണേടാ. അമ്മച്ചി വീട് പൊളിക്കുന്നൊന്നും കണ്ടിട്ടില്ല മക്കളെ. അയ്യോ അതൊന്നും നടക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട് ഇടിച്ച് പൊളിക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഇതെന്റെ ഹമീൽദാരുടെ ചോരയാണ്. ഞാൻ മരിക്കുന്നത് ഇവിടെ കിടന്നായിരിക്കണം. എന്റെ മരണശേഷം നിങ്ങൾ ഇത് ഇടിക്കുക പൊളിക്കുക എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളി. സാറേ, ഞാൻ ഈ വീടൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് കെട്ടണമെന്ന് എപ്പോഴും അമ്മയോട് പറയാറുള്ളതാ. പക്ഷെ അമ്മ സമ്മതിക്കില്ല. അതാ അല്ലമ്മ? അങ്ങനെ നല്ല വർത്താനമൊക്കെ പറഞ്ഞു കൊടുക്കുമോനെ. എന്നാലും എന്റെ ക്ലീറ്റസേ, ഈ വീട്ടിൽ എങ്ങനെ നീ ശ്വാസം മുട്ടി ജീവിക്കണം? അത് പിന്നെ അപ്പച്ച ഇച്ചിരി ശ്വാസം മുട്ടുണ്ടെങ്കിലും എനിക്ക് ആവശ്യത്തിലധികം സ്നേഹം ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്നേഹസമ്പന്നനായ ഒരു അളിയനുണ്ട് എനിക്ക്. പിന്നെ അമ്മാവൻ, അമ്മ, എല്ലാരും എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്റെ കുഞ്ഞ് സ്നേഹമായിട്ട് കഴിയുവാന്നല്ലോ, എനിക്കത് മതി. സ്നേഹം കിട്ടുന്നുണ്ടല്ലേ? പിന്നെ ഒന്നും വേണ്ടല്ല. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്റെ മോനായിട്ട് പറയല്ല, ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് പൊറപ്പിക്കുന്നില്ലേ, അതൊരു പുണ്യപ്രവൃത്തിയാണ്. അത് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കെട്ടിയല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഈ പെണ്ണ് ഇവിടെ നിന്ന് മൂത്ത് നരച്ച് പോകത്തില്ലായിരുന്നോ? പിന്നെ വീടിനടുത്ത് നല്ല തറവാട്ടുകാര്, നല്ല കാശുകാര്, മാടപ്രാവ് പോലത്തെ പെണ്ണ്. വേണമെങ്കിൽ മാലാഖെന്ന് പറയാം. ആ കൊച്ചായിട്ട് കല്യാണം വരെ ആലോചിച്ചതല്ലേ. എന്താണ് ഇതിന്റെ പേര്? തങ്കം. തങ്കം. അല്ല അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഭർത്താവ് വീരഭദ്രൻ നായർ പട്ടാളക്കാരനായിരുന്നു. എന്റെ മോൻ കനകൻ സർക്കാർ ഉദ്യോഗസ്ഥനും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് മാസം എന്നാ കിട്ടും? ഞങ്ങൾക്ക് ഈ പാലക്കാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാല് പുച്ഛ. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ 2 പെൺപിള്ളേരുണ്ട്. എനിക്ക് പാലായിലെ നമ്പർ 1 ബിസിനസ്സുകാർക്കാ കെട്ടിച്ചു കൊടുത്തായിരുന്നു. അല്ലാണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കല്ല. പക്ഷെ അതൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ, എന്നാ പിന്നെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചിരുന്നാ പോരല്ലോ. അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ചായ എടുക്ക്. ചായ എടുക്കണോ കാപ്പി എടുക്കണോ? ഹോർലിക്സ് ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടായിരുന്നു, തീർന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് കേട്ടോ. ചായ അങ്ങോട്ട് വരണേ. അപ്പച്ച യാത്രയൊക്കെ ചെയ്ത് വന്ന് ക്ഷീണം ഉണ്ടാവൂലേ? ഇച്ചിരി സമയം കിടന്നൂടെ? അകത്താ? ഓ വേണ്ട മോനെ ക്ലീറ്റസേ, ഇവിടെ തന്നെ ഇരുന്നിട്ട് ശ്വാസം മുട്ടണം. അപ്പച്ചൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്നാ പിന്നെ അപ്പച്ചൻ ഇവിടെ ഇരുന്നോ. എന്താ അമ്മയുടെ കയ്യിലും കഴുത്തലൊക്കെ കിടക്കണേ? ഓ പിന്നെ അങ്ങനെ പറയാനൊന്നുമില്ലടി. ഓ ഹവീൽദർ ഉണ്ടായിരുന്നപ്പോ എനിക്ക് എന്തുമാത്രം സ്വർണ്ണം ഉണ്ടായിരുന്നെന്ന് അറിയാമോ? എന്റെ കഴുത്ത് നിറച്ച് സ്വർണ്ണം ഇട്ടിട്ടല്ലാതെ എന്നെ വെളിയിലോട്ട് ഇറക്കത്തില്ലായിരുന്നു. വലിയ കുടുംബത്തിലുള്ളതാട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ. അല്ല ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. സ്റ്റൗവിലാണോ വെക്കുന്നത് ഇവിടെ? പിന്നെ
അവനില്ലയോ? അയ്യോ അവനെ കണ്ടില്ലേ, അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നല്ലോ ഒരു കറുത്ത ഷർട്ടിട്ട്, അതാ എന്റെ മോൻ കനകൻ. അവനല്ല, മൈക്രോവേവ്. കേക്ക് ഉണ്ടാക്കുന്ന സാധനം കേക്ക് ചോദിക്കുന്ന അവനുണ്ടായിരുന്നോ? അത് ഞങ്ങള് താഴെ ഒരു വീടുണ്ടേ, അവർക്കൊന്നുമില്ല, അവർക്ക് അങ്ങ് എടുത്ത് കൊടുത്ത്. ഒരു കണക്ക് പുറത്താണോ നല്ല കുഞ്ഞൊക്കെ ഇല്ല ചെന്ന് തൊട്ടാ കറണ്ട് അടിക്കും, അറിയാൻ അതെ, അമ്മയ്ക്ക് പറ്റില്ല, തൊടും, കുഞ്ഞിന് അറിയത്തില്ല. അതെ അതെ, അമ്മയ്ക്ക് ഒരു ദിവസം അടിച്ചായിരുന്നു. ശരിയാണ്. ഇവിടെ ഒരു വല്ലാത്ത മണം, വല്ലാത്തൊരു നാട്ട്. അത് ദേ താഴെയാ വേസ്റ്റ് വെക്കുന്നതേ, അതാ. ഈ മണം ഒന്നും ഇഷ്ടമല്ല. എങ്ങനെ കഴിയുന്ന അവനെനിക്ക് റബ്ബറും പാലിന്റെ മണമാണ് ഇഷ്ടം. അതെന്താ റബ്ബർ പാൽ കുടിച്ചാണ് വളർന്നത്? അതല്ലേ, അവനെ പ്രസവിച്ചങ്ങോട്ട് കഴിഞ്ഞ അച്ഛനെങ്കിൽ ഇങ്ങനെ റബ്ബറും തോട്ടത്തിലോട്ട് അങ്ങനെ എടുത്തോണ്ട് അടക്കം കാറ്റ് കൊള്ളാനേ എന്റെ കുഞ്ഞിന് അതുകൊണ്ട് റബ്ബറും പാലിന്റെ മണവും ഭയങ്കര ഇഷ്ടം. ഇവിടെ പക്ഷേ നമ്മള് ടൗണിലായതുകൊണ്ടേ റബ്ബറൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഇവിടെ, അതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇവിടത്തെ മണം അവന് ഏറ്റവും ഇഷ്ടം. അല്ല മക്കളെ, നിങ്ങൾ രണ്ടുപേരോടാണ് ഇവിടെ എല്ലാം ചെയ്യുന്നേ? സെർവന്റ് ഒന്നും ഇല്ലയോ? അയ്യോ, വേലക്കാരെ നിർത്താൻ പണ്ടേ എന്റെ ഹവീൽദാർ സമ്മതിക്കത്തില്ലായിരുന്നു, വൃത്തിയില്ലാന്നേ. എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഉണ്ടല്ലേ അച്ഛാ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. 2 സെർവന്റ് ഉണ്ട്, അവര് കിടന്നങ്ങ് എല്ലാം അങ്ങ് ചെയ്യൂ. അങ്ങ് ഞാനൊന്ന് ചെയ്ത തടിയൊക്കെ ഒന്ന് കുറഞ്ഞ അച്ഛൻ ഈ തടിയാ ഇഷ്ടം. അയ്യോ, ഇതങ്ങ് വല്ലാതെ വിയർക്കുന്നില്ല. അപ്പുറത്ത് പോയി ഫാൻ ഇട്ടിരിക്കാം. എന്ത് ചെയ്യുന്ന AC ഇരുന്നും കിടന്നുള്ള ശീലമാകും. ഇപ്പൊ ഇവിടെ വന്നപ്പോ ചൂട് സഹിക്കാൻ. ഞങ്ങൾക്ക് AC ഒക്കെ കുഴപ്പമില്ല, പക്ഷേ അമ്മയ്ക്കും എനിക്കും ഒക്കെ എപ്പോഴും ജലദോഷവും പനിയും വരും, അതുകൊണ്ട് ഞങ്ങൾ AC ഉപയോഗിക്കാറില്ല. ജലദോഷമാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്. കുഞ്ഞിന് ജലദോഷം വന്നാൽ അറിയത്തില്ല. ശരിയാ. മക്കളെ ഇച്ചിരി വെള്ളം വല്ലതും ഉണ്ടോ? എന്താന്ന് ക്ലീറ്റന്റെ അമ്മേ? ക്ലീറ്റന്റെ അമ്മ ആരാടി? ക്ലീറ്റന്റെ അമ്മ നിന്റെ അമ്മയല്ലേ? അമ്മയെന്ന് വിളിക്കടി. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പോട്ടെ, കുഞ്ഞിന് അറിയാൻ വയ്യാഞ്ഞിട്ടില്ലേ, പോട്ടെ. എൻ്റെ കുഞ്ഞിന് തങ്കക്കുടം പോലുള്ള മോൾ, അവളെ ഞാൻ അന്ന് വീട്ടിനകത്ത് കയറ്റിയില്ല മക്കളെ. ക്ഷമിക്കാൻ തുടങ്ങും. കുഴപ്പമില്ല അമ്മേ, ഇങ്ങോട്ട് വന്നല്ലോ ഇപ്പൊ എന്തായാലും. അത് അമ്മേ, എന്തോക്കളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞു മക്കളെ. അപ്പച്ചൻ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ മാലാക എന്നൊക്കെ, അതെന്താ? അത് അപ്പുറത്തെ അയലോക്കത്തെ വീട്ടിലൊരു പെങ്കൊച്ചോട്ട് അവൻ അടുപ്പത്തിലായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞു പോയി ജർമ്മനിയില്. നേഴ്സായിരുന്നു. ആ ചക്കരെ അങ്ങ് കൊണ്ടുപോയി ജർമ്മനിയില്. അവനാണെങ്കിലോ സുഖം, ഒരു ജോലി ചെയ്യണ്ട, അവനവിടെ സുഖിച്ച് ജീവിക്കും. എന്റെ ക്ലിറ്റോസ് ആ സ്ഥാനത്തിരിക്കണ്ടേ? അയ്യോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ജോലി ചെയ്യണ്ട, ചുമ്മാ. അതെന്താന്നോ, ജോലി ചെയ്യണം, പക്ഷെ എന്റെ ആങ്ങളൊക്കെ ഇഷ്ടേ അല്ല കൊണ്ട് ഒന്നും ചെയ്യിക്കണം. അവര് ഭയങ്കര സ്നേഹം. ഒരു അളിയനോട് സ്നേഹമുള്ള ഒരു സൗകര്യമൊക്കെ കുറവാണെങ്കിൽ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നവരെ കിട്ടിയാൽ എന്റെ മനസ്സ് നിറഞ്ഞ്. എന്റെ മോന് ഇവിടെ സന്തോഷമായിട്ടാ നല്ല കഴിയുന്നത്. അതെന്റെ മനസ്സങ്ങ് നിറഞ്ഞു. വല്ലാതെ വിയർക്കുന്ന ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ ആ ഫാനിന്റെ കീഴിൽ പോയി. ഇല്ലയോ, ഞങ്ങൾ അവിടെ കഴിയുന്ന ചൂട് കാറ്റ് കൊള്ളട്ടെ. ചായ അങ്ങോട്ട് കൊണ്ടുവരാം. ശരി ശരി. ദൈവമേ, അതെ, ഈ ക്ലീറ്റസിന്റെ അപ്പനും അമ്മയെന്നും പറഞ്ഞിട്ട് വന്നിട്ടുള്ള 2 കക്ഷികളില്ലേ, അവര് ക്ലീറ്റസിന്റെ അപ്പനും അമ്മയല്ല. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അത് ക്ലീറ്റസിന്റെ അപ്പം തന്നെ. മുഖച്ചായ ഉണ്ടായിരുന്നൂടെ? അമ്മ അവരുടെ വർത്തമാനം കേട്ടറിഞ്ഞൂടെ അമ്മ? എന്തോ ഉടായിപ്പാണിത്, ഉറപ്പ്. അവര് പാലയില് വലിയ ജമ്മികളാണ്, അവരുടെ സംസാര രീതിയൊക്കെ അങ്ങനെ ആയിരിക്കും. ഇല്ലെങ്കിലും പാലാക്കാരൊന്ന് പൊലിപ്പിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവര് ബിസിനസ്സുകാരാ. അമ്മ അവര് ഗുണ്ട് വിടുന്ന കണ്ടില്ലേ? എന്ത് കൊണ്ടാണ് അവര് വിട്ട്? എന്താ വിടാത്തത്? അവര് പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അവരെ പാലക്കാർക്കൊക്കെ പുച്ഛാണ് അങ്ങനെയൊക്കെ ചിരിക്കണം. ഇത് പറഞ്ഞാൽ എന്താ തെറ്റ്? അവരുടെ അവിടെയൊക്കെ നിങ്ങൾ മേടിക്കുന്ന ശമ്പളത്തേക്ക് ഇരട്ടി മേടിക്കുന്ന ബിസിനസ്സുകാരാണ്. അപ്പൊ അവരങ്ങനെ പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ആളുകൾ പെരുമാറുന്ന രീതികളും സമ്പ്രദായങ്ങളും ശരിയല്ല എന്നുള്ളത്, അത് ശരിയല്ല എന്ന് തോന്നാത്തത് എന്താണ്? അതെ, ഈ ഒരു സാധാരണക്കാരനെ കൊണ്ട് എനിക്ക് തോന്നണതാ. വലിയ വലിയ ബിസിനസ്സുകാരും മുതലാളിമാരൊക്കെ എങ്ങനെ സംസാരിക്കുക ജീവിക്കണെന്ന് അറിയാത്തോണ്ടാണ് അത്. ഓ പിന്നെ എന്താ, ഞാൻ ആളുകളെ കാണാത്തല്ലേ? ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ ഈ സാധാരണക്കാരുടെ കൂടെയാണല്ലോ ഇടപഴകല്. നമ്മുടെ കൊച്ചിന്റെ ഭാഗ്യല്ലേ? വലിയ വലിയ ആൾക്കാർ 15 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കുട്ടീനെ കാണാൻ വരിക പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഭാഗ്യമുണ്ടോ? എന്ത് ഭാഗ്യന്റെ അമ്മാവ, 15 കൊല്ലം ഇവരെവിടെ ആയിരുന്നു? അപ്പൊ ഈ വയസ്സുകാലത്തായിരിക്കും ചിലപ്പോ പേരക്കുട്ടിയെ കാണണം ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ? പിന്നെ അല്ലാതെ എന്തായാലും ശരി തന്നെ. അവരെ ഒരു ദിവസം വന്ന സ്ഥിതിക്ക് ഇവിടെ നിർത്തി സൽക്കരിച്ച് തന്നെ വിടണം. പിന്നെ ഞാൻ എന്തായാലും ഇത് തട്ടിപ്പ് പരിപാടിയാണ്, അത് യാതൊരു തർക്കമില്ല. ഒരു സംശയം. പിന്നല്ലാതെ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. അതെ, ഞാൻ എന്തായാലും അവരുടെ കൂടെ പോയി പാലയില് 4 ദിവസം തങ്ങിയിട്ട് അടിച്ചു പൊളിച്ച് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടാലറിയാത്തോ കണ്ടറിയും. കണ്ടാലറിയും. എടാ, നീ അതിൽ അസൂയപ്പെട്ടിരുന്നും കാര്യമില്ല, നമ്മുടെ തങ്കത്തിന്റെ ഭാഗ്യാണത്. എനിക്ക് നിങ്ങൾ എന്താണ് ചെയ്തോ? ഞാൻ ഫാസിലിനോട് പറഞ്ഞിട്ടേ ഒരു സ്കോച്ച് വാങ്ങിയിട്ട് ഇന്ന് എങ്ങനെ അവരെ സൽക്കരിക്കാച്ചിട്ടിരിക്കാം.
ഞാനൊന്ന് അങ്ങോട്ട് ശരി ശരി ശരി. അതെ, രണ്ടാളിൻ്റെയും വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. എന്തുദ്ദേശം? എന്തോടാ നീ ഇങ്ങനൊക്കെ സംസാരിക്കുന്ന എൻ്റെ അടുത്ത്? ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എടാ 10-15 വർഷം തന്റെ തള്ള നിന്നെ കാണാൻ വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മതി, അധികം ഒച്ച എടുക്കണ്ട. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം ഇവിടെ ഉള്ളവർ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. 10-15 വർഷത്തെ കഥയൊന്നും പറയണ്ട. അതെ, ഞാൻ ഇവിടുത്തെ ആ പെണ്ണിനെ വിളിച്ചോണ്ട് അവിടെ വന്നപ്പം എന്തൊക്കെയായിരുന്നു ഈ തണ്ട കാണിച്ചത്? എന്നെ വീടിന്റെ പടിയിൽ കയറ്റിയ നിങ്ങൾ. മതി, ശവത്തെ കുത്തരുത്, തന്തയായി പോയി. വന്നേക്കുന്ന അണിഞ്ഞ് ഒരുങ്ങി എനിക്കൊരു പെങ്കൊച്ചുണ്ടായി. അതിനെ കാണാൻ നിങ്ങൾക്ക് വരാൻ തോന്നിയ തള്ളേ. എടാ ഞാൻ 100 വട്ടം പറഞ്ഞാടാ, ഇങ്ങനെയാടാ കേക്കത്ത ഈ മനുഷ്യൻ കേക്കത്തില്ല. എന്താ പറഞ്ഞാലും കുറ്റം തോന്നുന്നില്ല. ഇങ്ങനെ ഏത് സമയം പോലീസ് പിടിക്കുവാടാ. എന്തിനാ? അത് പേടിച്ചാടാ വന്നത്. അങ്ങനെ സണ്ണിയായിട്ട് വഴക്കുണ്ടാക്കി വസ്തു തർക്കത്തിന് ഇങ്ങനെ തലമണ്ട അടിച്ച് പൊട്ടിച്ചടാ കുടിച്ചിട്ടങ്ങാര്. നീ പറഞ്ഞാൽ എന്ത് വേണം? കുടിച്ചിട്ട് കയറെടുത്ത് എന്തെല്ലാം ചെയ്യല്ലെന്ന് പറഞ്ഞാ കേക്കത്തില്ല. പോലീസ് പിടിച്ച് അകത്തോണ്ട് ഇട്ടേക്കട്ടെ. എന്നാലും നിന്റെ തന്ത എന്നോടാ, നീ ഒന്ന് രക്ഷിക്കണ്ടാടാ. ഇങ്ങനെ ഒരു തന്ത. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇപ്പൊ പോലീസ് കേസാ. നീ പറഞ്ഞത് എങ്ങനെ ജീവിക്കണേ? കയറൂടെ വെള്ളോടി, എന്റെ വെള്ളോടി. അപ്പൊ ഒളിത്താവളം തേടിയാണ് ഇപ്പൊ രണ്ടാളും കൂടെ ഇങ്ങോട്ട് വന്നേക്കണം. അതെ, ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ഞാൻ അങ്ങനെ ജീവിച്ചു പോകണുണ്ട്. ഇവിടെ എങ്ങനെയാണ് ജീവിച്ചു പോണത് എനിക്കും കർത്താവിനും മാത്രമേ അറിയാവൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കായാലും നിങ്ങളെയും കൂടെ അങ്ങനെ മേയ്ക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ. മക്കളെ ഞാൻ സത്യം പറയണ, 200 ഞാൻ വാടകയ്ക്ക് എടുത്താടാ വന്ന്. 750 രൂപ. മക്കളെ നോക്കെന്റെ പേഴ്സിനകത്ത് 10 രൂപ ഉള്ളടാ, 10 രൂപ. ഇങ്ങനെ കഴിയാ ഞാൻ എല്ലാം കഴിയണത് അത് ഗുണവ അല്ലേ? ഞാൻ ഇവിടെ വയസ്സ് ആയല്ല, എനിക്ക് നാണമാനം ഇല്ലേ? മക്കളെ കെട്ടിച്ച് കൊച്ചുമക്കളെ കെട്ടിക്കാറായി, ഇപ്പോഴും ഉണ്ടായിട്ട് നടക്കണം. പറഞ്ഞു കൊടുക്കും നേരടുത്ത്. നീ ഇനി പോയത് പിന്നെ നിനക്കറിയാൻ ഇങ്ങേരൊന്നും പറഞ്ഞാലേ കേൾക്കത്തില്ല. വെള്ളോടി, എന്റെ വെള്ളോടി. എല്ലാരോട്ടും വഴക്ക്. അല്ല, ഉപദേശിച്ചു കൊടുക്കാൻ 2 പെൺമക്കൾ ഉണ്ടായിരുന്നല്ലോ, അവരെ മരുമക്കളും. അവരൊക്കെ എന്താ ഉപേക്ഷിച്ചിട്ട് പോയോ ഇപ്പൊ? എന്നിട്ട് മെമ്പർ പറഞ്ഞു കൊടുത്തുന്നു നീ നല്ല സെറ്റപ്പിലാ ജീവിക്കുന്നതെന്ന്. എന്നാ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. ആ ഇനി നമുക്ക് അവിടെ പോയി അങ്ങ് കുറെ ദിവസം അങ്ങ് ജീവിക്കാൻ. ഞങ്ങളുണ്ട് അവിടെ അങ്ങ് ജീവിക്കാൻ. ഇങ്ങനെ നാണം കെട്ട മനുഷ്യനെ, ഇങ്ങനെ നാണം കെട്ട മനുഷ്യൻ. നീ പറഞ്ഞോന്ന് ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ മക്കളെ, എങ്ങോട്ടും പോകാൻ പറ്റത്തില്ലടാ. ഇവിടെ ഇപ്പൊ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല മക്കളെ. ഒരു 25,000 രൂപ വന്ന് ഞങ്ങളെ അങ്ങ് ഒന്ന് രക്ഷിക്കടാ പോലെ. പിന്നെ നിന്നെ ഞങ്ങൾ ശല്യം ചെയ്യാൻ വരത്തില്ലടാ. 25,000 രൂപ എന്തിനാ? ആ കേസ് ഒന്ന് ഒതുക്കി തീർക്കായി. മെമ്പർ പറഞ്ഞ് നിന്നെ വന്ന് കണ്ടാ മതിയെന്ന്. 25,000 രൂപ കൊടുത്ത SIക്ക് 25,000 രൂപ കൊടുത്ത കേസ് ഒതുക്കി തരുന്ന എൻ്റെ പൊന്നുമക്കളെ. മക്കളെ അത് തന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കടാ. അപ്പൊ വരവിന്റെ ഉദ്ദേശം പൈസയാണ്. തൽക്കാലം പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. ഓ പിന്നെ എങ്ങനെ പറയണേ? ഇങ്ങനെ അകത്ത് കിടക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് ദിവസം സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഞാൻ ഇങ്ങോട്ട് പോവാടാ. എങ്ങോട്ടാണ്? പെൺമക്കളെ 2 അല്ലേ, അവൾമാരെ കൂടെ പോയി ജീവിക്കണം. എടാ അത് അന്യന്മാരിട്ടോടാ. നീ അന്വേഷിച്ച് തരുന്നോല ഓടാ ഇച്ചിരി കഞ്ചി. മക്കളെ കഷ്ടമുണ്ടടാ. അമ്മച്ചിക്ക് ഇനി ജോലിയൊന്നും എടുത്ത് ജീവിക്കാൻ വയ്യാടാ. ഇവിടെ ആകുമ്പോഴേ നിന്റെ പെണ്ണ് തങ്കം നല്ല പൊന്നോലുള്ള പെണ്ണ. ഞാനൊരു കാര്യം പറയാം, ഇവിടെ അങ്ങനെ അധികം നിൽക്കാനൊന്നും പറ്റില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അല്ല മക്കളൊരു കാര്യം ചെയ്യും, 25,000 രൂപ ഇവിടെ നിങ്ങൾ മറിച്ച് ആ മക്കളെ. 25,000 രൂപ ഞാനിങ്ങനെ നോട്ട് അടിച്ചൊക്കെ വെച്ചൊക്കെ അലമാരിയില്. പൊന്നുകൂടെ നിന്റെ ഇല്ലെങ്കിൽ ആ തങ്കത്തിന്റെ പണയം വെക്കാടാ. സ്വർണ്ണമെല്ലാം ഉണ്ടെങ്കിൽ എന്തൊരിത്? ഞാൻ വെച്ചോളാം മുത്തൂറ്റില്. ഓ ഈ കടക്കളയിൽ കൊണ്ടങ്ങ് വെച്ചാ പോരെ? മക്കളെ ഇത് 750 വാടകയ്ക്ക് എടുത്തതാണ്. അതന്നെ, ഇത് വെച്ച് കഴിയുമ്പോ പിന്നെ സുഖമായിട്ട് ആരെ ശല്യം ഇല്ലാതെ അകത്ത് കിടക്കാം. എത്രയല്ലേ 10 മാസം ഞാൻ ചുവന്ന് വെച്ചേ. മതി, ആ കഥയൊന്നും ഇവിടെ പറയണ്ട. എല്ലാ തള്ളമാരും ചുമന്ന് തന്നെ പറഞ്ഞത്. ഒറ്റങ്ങ് വിട്ടാ മതിയല്ലോ. പിന്നെ മോൻ എങ്ങനെ ജീവിച്ചു നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? പണി പാളിയല്ല. അവനെ കെട്ടിയിട്ട് പെണ്ണിട്ട് കഴിയുമ്പോൾ നേരെയാവുമെന്ന് വിചാരിച്ച് ഒരു വെൺകാന്തൻ, ഒരു രക്ഷയില്ലോ. പിന്നെ വീട്ടുകാരുള്ള നല്ല സ്നേഹമുള്ള, അല്ലെങ്കിൽ നമ്മുടെ പാലയിലെ പോലെ ചാള സ്വഭാവമുള്ള. പിന്നെ അതെന്തായാലും കാര്യം നമ്മുടെ കുഞ്ഞിന് സ്നേഹമുള്ളവരെ കിട്ടിയില്ല. ഒരു 3-4 ദിവസവും കൂടി നമുക്കിങ്ങനെ പറ്റി ഇങ്ങനെ എടുക്കാം, ഒന്ന് നിന്ന് തന്നാൽ മതി. അപ്പോൾ നമ്മുടെ ആ കേസിൻ്റെ പ്രശ്നവും കഴിയും. പോകാം. അതാ ബുദ്ധി. പിന്നെ അച്ഛാ എനിക്കതല്ല വിഷമം, ഇതിന്റെ വാടക കൊടുക്കണ്ടായോ? അതിൻ്റെ വാടക വീട്ടിലെത്താൻ ബസ് കാശ് കിട്ടുവാന്ന് ഞാനിപ്പോൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ തന്നേരെ പറഞ്ഞ 1 മാല മതിയെന്ന്.
അതങ്ങനെ ഇവിടെ സിഗരറ്റ് കിട്ടും. ഇവിടെ കിട്ടില്ല, പുറത്ത് കടയിൽ പോണം. അതെ, ഈ ഊണ് കഴിഞ്ഞാൽ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കണേ. അപ്പോൾ ഒന്ന് ഒരു പാക്കറ്റ് വാങ്ങിക്കോ. എപ്പോഴും പോകണ്ടല്ല. അമ്മേ ഇതൊന്ന് നോക്കിയിരിക്കുന്ന പോയി വിളിച്ചോണ്ട് വാ. കഴിക്കണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വരാം. അമ്മ വിളിച്ചിട്ടോ? ഞാൻ പിന്നെ എനിക്ക് അങ്ങോട്ട് വിളിക്കാന്നിരിക്കും. നിന്റെ അപ്പയ്യപ്പനും അമ്മയെ വിളിച്ചെന്ന് വിളിച്ചോണ്ട് വേണമെങ്കിൽ. എന്തിനാ ഇങ്ങനെ നോണ പറയണത്? ദൈവമേ, ഞാൻ എന്ത് വേണം? ഞാൻ കനകനോട് ഇനി എന്ത് സമാധാനം പറയും? അവൻ അപ്പോഴേ പറഞ്ഞതാണ്. ശരി, പോയി വിളിച്ചോണ്ട് പാടി. എനിക്ക് മനസ്സിലാ കാർന്നോര് എന്തൊക്കെ എന്നെ പറഞ്ഞത് വന്ന് കേറിയപ്പോ. നിന്റെ അമ്മായിയപ്പനല്ലേ? എന്റെ അമ്മായിപ്പനൊന്നുമല്ല, ഞാൻ ഇത്ര നാളെ കണ്ടിട്ടൊന്നുമില്ല. ക്ലീശത്തിലൂടെ നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വാ. എന്തൊരു നാണക്കെട്ട സമ്പ്രദായങ്ങളായി കാണിച്ചു വെച്ചത്. നാണം കെട്ടത് അവരല്ലേ കാണിച്ചു കൊടുക്കുന്നത്, നമ്മളാ. അപ്പൊ എവിടെ? അതൊന്നും നോക്കിയില്ല. എന്തായി? ഭക്ഷണമൊക്കെ റെഡി ആയില്ലേ? ഇനി വിളിച്ചോണ്ട് വാ. ഇന്ന് റൂട്ട് എന്താടി കണ്ടു തുറച്ച് നിൽക്കണത്? നീ പോയി വിളിക്കും. ഞാൻ പോയി വിളിക്കാൻ. എൻ്റെ പട്ടി പോയി വിളിക്കാം അവരെ. നീ പോയി വിളിക്കും. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ വക പരിപാടികൾക്ക് നിൽക്കണ്ടാന്ന്. അപ്പൊ നിങ്ങൾ ആരും സമ്മതിച്ചില്ലല്ലോ. നീ എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള സ്വഭാവം നീ പറഞ്ഞോ? ഇങ്ങനെയുള്ള സ്വഭാവമാണ് ഇവർക്കെന്ന് എനിക്കറിയാൻ മതി. പിന്നെ ആരെ നീ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ അറിഞ്ഞോ? ക്ലീറ്റസിന്റെ തന്തയും തള്ളിയല്ലേടി. ഇത് ഇങ്ങനെ വരൂ? അത് മനസ്സിലാക്കാൻ ഒരു സാമാന്യ ബോധം മാത്രം മതി. അയ്യോ, ഇനി അതിന് ക്ലീറ്റസിനെ കുറ്റം പറയുന്നുണ്ട്. ക്ലീറ്റോ അങ്ങനെയല്ല. അയ്യോ, ക്ലീറ്റ പിന്നെ പുണ്യാളനല്ലേ. ഇങ്ങനത്തെ സ്വഭാവക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ പോയതുമില്ല, കണ്ടതുമില്ല. എല്ലാം വരുത്തി വെച്ചത് നിന്നെ. വിളിച്ചോണ്ട് പോയത് വലിയൊരു വീട്ടിലോട്ടാർന്നടാ എന്നെ. ഇപ്പൊ ഞാനിതാ ഇന്ന് വരുമ്പോ ബെഡ്റൂമിൽ കയറി കിടക്കുക രണ്ടെണ്ണം കൂടെ. എന്തൊക്കെയോ എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ആ കുശുകുശിപ്പാണ് മാറ്റി. എന്തോ കുശുകുശി വന്നിട്ടിരിക്കുകയാണ്. നിനക്ക് എഴുന്നേപ്പിച്ച് വിടാറില്ലേ? എന്ത് എഴുന്നേപ്പിച്ച് വിടാൻ പറ്റൂ? ഇനി ഇപ്പൊ കൂടുതലൊന്നും പറയണ്ട. നീ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. എന്നെ കൂടെ അല്ല, എവിടെ മറ്റവനവിടെ? അത് അപ്പന് കരിമീൻ പൊള്ളിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പോയിക്കുക. എന്ത്? കരിമീൻ പൊള്ളിച്ചത് ഇല്ലാതെ ചോറിനാൻ പറ്റില്ലാന്ന്. അയ്യോ, ആ മുതല് കരിമീനില്ലാതെ ഊണ് കഴിക്കില്ല. അതിന് പറ്റിയ ഒരു പാർട്ടി. ഇതിലെന്ന് പറഞ്ഞാൽ ആരാട്ടി കഴിഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ നമ്മളോരോന്ന് പറഞ്ഞ ഇരുന്ന് പോയി. കുഞ്ഞത് ഓർത്ത് സമയമായില്ലയോ? മോയിരിക്കുന്നില്ലയോ? ഇരിക്കൂക്കളെ. പിന്നിരുന്നാണോ ഞാനുള്ള തങ്കമോളെ, ക്ലീറ്റസ് എന്ത് ചെയ്യും? അവനെ വിളി, അവരിക്കാൻ പറ. ക്ലീറ്റോ അപ്പച്ചന് കരിമീൻ പൊള്ളിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പോയേക്കാം. കരിമീൻ പൊള്ളിച്ചത് ഞാൻ ചായ പോലും കുടിക്കാറില്ല. കരിമീൻ പൊള്ളിച്ചുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പറ ചോറുന്നു. അപ്പൊ ഒരു വല്ലാത്ത വിഷമമുണ്ട്. എന്താണെന്നറിയോ? അറിയോ, നിന്റെ കാര്യം ഓർക്കും ഞാൻ ഒരുപാട് കുങ്കിതപ്പെടാറുണ്ട്. നിന്റെ കൈ പിടിച്ച് അവൻ വീടിൻ്റെ പടി വന്നപ്പോൾ അഭിമാനം ഓർത്ത്, തറവാടിൻ്റെ മഹിമ ഓർത്ത് പച്ച വെള്ളം കൊടുക്കാണ്ട് ഞാൻ ഇറക്കി വിട്ട് അതിൻ്റെ സങ്കടിപ്പുണ്ട്. അതുകൊണ്ട് മോള് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാണ്ട് അപ്പൻ ജലപാനം കഴിക്കില്ല. ക്ഷമിച്ചില്ലേ തങ്കം? ക്ഷമിച്ചു. എനിക്കറിയാം, നീ ക്ഷമിക്കും. കരിമീൻ കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോ ഉള്ള കൂട്ടാനും കൂട്ടി കഴിക്കാൻ. നീ കൂടി ഇരിക്കടാ. ഇപ്പൊ വേണമെന്നില്ല. അല്ല, നീ ഇരിക്കണം. നീ ഇരുന്ന് കഴിച്ചാ മതി. അപ്പന്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് കഴിക്കും. കൊറേ നാളായില്ലടാ നീ നിന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ പിന്നെ അവന് നന്നായിട്ട് വിളമ്പിക്കൂടാ. അവനും കൊടുക്കാം. ഇല്ല, കഴിക്കട്ടെ. അതെന്താ ഞങ്ങൾ വന്നപ്പോ അല്ല, അങ്ങനെ എന്റെ കുഞ്ഞിന് എന്തോ വിഷമമുണ്ട് അവന്റെ മുഖത്ത്. ഒന്നുമില്ല അമ്മച്ചി. പിന്നെന്താ കഴിക്കാത്ത? കഴിക്കുന്ന എനിക്ക് കാണണം, അതേ ഉള്ളു സന്തോഷം. ഞാൻ പിന്നെ ഇരുന്നോളാം. ഞങ്ങളുടെ പാകായി രാത്രിയായ വെടിക്കുള്ളൂ. അപ്പോ മാനിന്റെ വെടി കളിച്ച് ഞാൻ പാറ പൊടിച്ചിട്ട് ഇങ്ങനെ ഉണക്കി അത് ഒരേ ഇടിച്ചിട്ട് ചൂടാക്കി
ആ ഇടിച്ച മുളക് ഇങ്ങനെ ചിക്കൻ എടുത്താണല്ലോ ഒറ്റപ്പറ ചോറ്. പ്ലേറ്റ് എന്താ കഴിക്കാതെ അല്ല ഞാൻ കഴിക്കാം. ഇല്ല എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഇങ്ങനെ ഇത് കഴിക്കണ കണ്ടല്ലോ. അപ്പച്ചാ സാവധാനം കഴിച്ചാ മതി. അല്ല പതുക്കെ കഴിക്കുള്ളൂ, ഭക്ഷണമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. എങ്ങനെയുണ്ട് അപ്പച്ച? എല്ലാം എവിടെ ഉണ്ടാക്കിയതാ അമ്മച്ചി? പക്ഷെ നല്ല കറിയാ കേട്ടോ. അതല്ലേ? കറിയാ കഴിയാത്ത വയറ്റും സുഖമില്ലേ? കഴിക്കടാ. ഇല്ല അമ്മച്ചി ഞാൻ കഴിക്കാം. അളിയൊരു കാര്യം ചെയ്യാം, കഴിക്കുന്നില്ലേ ഇപ്പൊ? ഇല്ല ഇല്ലേ? ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കാം. അടിയനും അമ്മാവനും ഒക്കെ കഴിക്കാതെ നിൽക്കില്ലേ? എന്നൊരു കാര്യം പറയണത് പുറത്തേക്ക് പോ. ചെല്ലടാ, എന്തോ പറയാനുണ്ട്, ചെല്ല്. കഴിക്കട്ടെ, എല്ലാം വിളമ്പി കൊടുത്തു. മതിയാ? അമ്മ ഒരപ്പം കൂടി തിന്നെ. അല്ല വയറ് കറഞ്ഞ മതിയാ? ഉച്ചയ്ക്ക് ചോറുണ്ട്. പാലായില് എത്ര അപ്പം കഴിക്കും കാലത്ത്? ഞാൻ 6, അച്ചായ ഒരു 10. 10 കഴിക്കും. നല്ല കറിയാണ്, ഞാൻ ഒരു 12 കഴിക്കും. നമ്മളിതിനെ വെറുതെ വിടുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? അല്ല അളിയൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉദ്ദേശം പറയായിരുന്നു. എനിക്ക് പല ഉദ്ദേശങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. നിന്റെ ഉദ്ദേശം എന്താണ് അത് പറ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. അകത്തിരിക്കുന്ന രണ്ടുപേരാരാണ്? അത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. ആരാണ്? കർത്താവിനാണ് സത്യമായിട്ടും, അമ്മച്ചിയാണ് അപ്പച്ചനും അമ്മച്ചിയാണ് സത്യം. അവരെപ്പോ പോവും? അവരെ ഇന്ന് പോകാനായിട്ടിരുന്നതാ. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ അളിയൻ്റെയും അമ്മാവൻ്റെയും അമ്മയുടെയും തങ്കത്തിൻ്റെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ 2 ദിവസം നിന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനാ രണ്ടാക്കുന്നത്? അവരൊരു 4 ദിവസം നിൽക്കട്ടാ, ഇല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കട്ടെ. അതെ, എന്നിട്ട് പോകുമ്പോ ഒരു 25,000 ഉറുപ്പ്യം കൊടുത്തുകൂടാ? അതെ അതെ. 25,000 രൂപ എന്തിനാ? അല്ലടാ, പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ 25,000 രൂപ വേണ്ടേ? എന്ത് പോലീസ് കേസ്? എന്ത് പോലീസ് കേസ്? ചെവിക്കലിനൊന്ന് തോന്നാറുണ്ടല്ലോ. എടാ ഞങ്ങളെല്ലാം അറിഞ്ഞു. എന്തിനാ നിന്റെ അപ്പം വന്നത്? അപ്പം എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. നിന്നെ കാണാൻ വേണ്ടി വന്നതാ? എന്തിനാടാ ഈ പുഴു അടിക്കാൻ നിൽക്കുന്നത്? പാലായിൽ നിന്റെ അപ്പൻ എത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്? 8 സെന്റ്. വീട്ടിന്റെ പുറകിലിരിക്കുന്ന കക്കൂസും കൂടെ ചേർത്ത്. മോന്തൊക്കെ കുത്തൺ കൊടുക്കണമെന്ന് ഈശാശ് മോറൻ. എടാ ഞങ്ങളെല്ലാം അറിഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, അമ്മ അറിഞ്ഞു, തങ്കം അറിഞ്ഞു കേട്ടാ. ഇനി നിന്റെ ഒരു നാടകം ഇവിടെ നടക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം 2 എണ്ണത്തിനും വലിച്ച് പുറത്തിറങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ കൈൻ്റെ ചൂടിന് എറിയും. അതെ അളിയ, ക്ഷമിക്കണം. അമ്മാവ പറ്റിപ്പോയി. എല്ലാരും ഉണ്ടല്ലോ. ആ മത്തായി, ഞാനൊരു കാര്യം ചോദിച്ചാ മത്തായി സത്യം പറയൂ. മത്തായി ഈ വേഷം സ്വയം കെട്ടിയതാണോ അതോ മകൻ കെട്ടിച്ചതാണോ? എന്താണ് ഇവർ ഇങ്ങനെ ചോദിക്കണത്? അതെ, പാലായിൽ ഒരു അതിർത്തി തർക്ക കേസിൽ സണ്ണി എന്ന് പറയുന്ന ഒരുത്തന്റെ തലയും പൊട്ടിച്ചിട്ട് പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന മത്തായി എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. അപ്പച്ചൻ അറിയോ? എന്തൊരു ചോദ്യം! ഞാൻ തന്നെ. എൻ്റെ പൊന്നപ്പച്ച, എന്തിനാണ് നിങ്ങൾ ഈ വേഷം കെട്ടൊക്കെ എടുത്തത്? നിങ്ങൾ എന്തിനാ വന്നതെന്നും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്തിനാടാ നീ ഈ പാവത്തിന് ഈ വേഷം കെട്ടിച്ചത്? സത്യം പറഞ്ഞ പാലായിലെ പഞ്ചായത്ത് മെമ്പറും ഇവന്റെ കൂട്ടുകാരും പറഞ്ഞു ഇവനിവിടെ നല്ല സ്ഥിതിയിലാണ് ജീവിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ കാണാൻ ഇവന്റെ അപ്പനും അമ്മയും വരുമ്പോൾ സ്ഥിതിയിലാണ് അവൻ്റെ അപ്പനും അമ്മയും ഒന്ന് ഇവിടുത്തെ കാര്യം ധരിച്ചോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വേഷമൊക്കെ കെട്ടി വന്നത്. അല്ലാതെ ഈ അപ്പന് ഒരു ദുരുദ്ദേശമില്ല. സത്യം കേട്ടോടാ, ഇവര് വേഷം കെട്ടിയത് എന്തിനാന്ന് കേട്ടില്ലേ? നീ എന്തിനാടാ ഇല്ലാത്ത കാര്യമൊക്കെ നാട്ടിൽ പോയി പറഞ്ഞത്? ലക്ഷപ്രഭുവാണ്, ഞാൻ ഇവിടെ വളരെ സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. അതൊക്കെ കേട്ടോണ്ടല്ലേ അച്ഛൻ ഈ വേഷം കെട്ടി ഇറങ്ങിയത്? എടാ, 10-15 വർഷം മുമ്പ് തങ്കം നിന്റെ കൂടെ ഇറങ്ങി വന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നീ ആരാണ്, നിന്റെ കുടുംബമഹിമ എന്താണെന്ന്? ആരും ചോദിച്ചില്ലല്ലോ. നിന്നെ പോലുള്ള ഒരുത്തനെ ഈ കുടുംബത്തിൽ താമസിപ്പിച്ച് സ്നേഹിച്ച് കഴിയുന്ന ഞങ്ങളോട് നീ ഇത് തന്നെ ചെയ്യണം കേട്ടാ. ഒരു നുണ പറയുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി 100,000 നുണകൾ പറയേണ്ടി വരും. അവസാനം സത്യം എന്താണെന്നുള്ളത് തെളിയുകയും ചെയ്യും. Alien versus Alien.